എല്ലാവർക്കും നമസ്കാരം. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. പണ്ട് പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിച്ച അധ്യാപകൻ കോൺഗ്രസ് പാർട്ടിയെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞു തന്നത് ഓർമ്മ വരുന്നു. ഒരു മഴയത്ത് നിൽക്കുന്ന കുടയാണ് കോൺഗ്രസ് പാർട്ടി. മഴയത്ത് നിൽക്കുന്ന കുടയിലേക്ക് ഓടിക്കയറാൻ ഒരുപാട് ആളുകളുണ്ടാവും. അവർ ആ കുടയെപ്പറ്റി വർണ്ണിക്കും, ആ കുടയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നല്ലത് പറയും. ആ മഴയത്ത് ഞങ്ങളെ സംരക്ഷിച്ച് നിൽക്കുന്ന ആ കുടയെ അവർ ചേർത്ത് നിർത്തി ആ കുടയ്ക്കുള്ളിലേക്ക് എല്ലാവരും കയറി നിൽക്കും. അങ്ങനൊരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ ഒരു കുടയാണ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലിഖിത നിയമങ്ങളോ അതല്ലെങ്കിൽ ഒരു കേഡർ സംവിധാനത്തിൻ്റെ അകമ്പടിയോ മറ്റൊന്നുമില്ല. എന്തും സംഭവിക്കാം. അങ്ങനെ ഒരു വലിയ വിസ്മയം തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിസ്മയം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്നിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇങ്ങനെയും സംഭവിക്കും. അതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത്. OJ എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ OJ ജനേഷ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ അന്ന് ഞാൻ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഘടകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയത്തിൽ ഭാഗ്യം എന്ന് പറയുന്ന സംഭവമാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സംഭവം. രാശി വേണമെന്ന് പറയും. OJ എന്ന വാക്ക് തന്നെ നമ്മൾ ഈ ഓജാ ബോർഡ് എന്ന് കേട്ടിട്ടില്ലേ? എന്താണത്? ഓജാ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആത്മാക്കളുടെ ഒരു കളിയാണ് അല്ലേ? ആത്മാക്കളെ തേടില്ല. അതുപോലെ അവിസ്മരണീയമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു കുറിയ മനുഷ്യനാണ് ഈ OJ ജനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ. അന്നേ ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ചെയ്യാനായിട്ടൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. ഒരിക്കലും ആ ചെറുപ്പക്കാരൻ ഇത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വരുമെന്നുള്ള ആരും ചിന്തിച്ചിരുന്നില്ല. ഒരുപാട് കൊടിയ മർദ്ദനങ്ങൾ കലാലയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാരെ പോലെ തന്നെ വളരെയധികം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു നേതാവാണ് ഈ OJ ജനീഷ്. പണ്ട് ചാലക്കുടിയിൽ OJ ജനീഷ്, സജീർ ബാബു, ഫിനി മാത്യു ഇങ്ങനെയൊരു ചാലക്കുടി ടീമുണ്ടായിരുന്നു. ആ ചാലക്കുടി ടീമിന് നേതൃത്വം കൊടുത്ത ആളാരെന്നറിയോ? ആ ചാലക്കുടി ടീമിനെ വളർത്തിയതും ആ ചാലക്കുടി ടീമിനെ ചേർത്ത് നിർത്തിയതും ഷോൺ പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം OJ ജനീഷ് മന്ത്രിയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ചാലക്കുടിക്ക് ഒരു വലിയ നേട്ടമുണ്ട്. ഒന്ന്, OJ ജനീഷിൻ്റെ കളിത്തട്ടായിരുന്നു ഈ ചാലക്കുടി. രണ്ടാമത്തെ സംഭവം, സാധാരണ ആശാമാർ ശിഷ്യന്മാരെയാണ് വളർത്തിക്കൊണ്ടുവരിക അല്ലേ? ആശാമാർ ശിഷ്യന്മാരെ വളർത്തും, ശിഷ്യന്മാർ ആശാമാരിലൂടെ വളരും. പക്ഷേ ഇവിടെ വലിയ വ്യത്യസ്തതയുള്ള ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. ശിഷ്യന്മാരിലൂടെ ആശാന്മാർ വളരുകയാണ്. കാരണം കുറേ നാളുകളായിട്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഷോൺ പെല്ലിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വരെ ചാലക്കുടിയിലെ രാഷ്ട്രീയ ചർച്ചകളിൽ പറഞ്ഞു കേട്ട ഒരു സംഭവമാണ്. ഷോൺ പെല്ലിശ്ശേരി ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ആളുടെ കാലഘട്ടം കഴിഞ്ഞു, ആൾക്ക് കഴിഞ്ഞ വട്ടം MLA ആകാമായിരുന്നു, പക്ഷേ കിട്ടിയില്ല, ഇനി ആളുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ ഷോൺ പെല്ലിശ്ശേരി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഷോൺ പക്ഷവും ചാലക്കുടിക്കാരും ചാലക്കുടി ടീമും ഇനി മുന്നോട്ട് വളരാൻ പോവുകയാണ്. ആരിലൂടെ? OJ ജനീഷിലൂടെ. നിങ്ങൾ നോക്കിക്കൂ, ചാലക്കുടിയിൽ ഒരു OJ പക്ഷം, അതല്ലെങ്കിൽ ചാലക്കുടിയിൽ OJയിലൂടെ ഒരു വലിയൊരു ടീം വളരുകയാണ്. അത് ചാലക്കുടിക്ക് നേട്ടം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകര കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശിഷ്യൻ എന്തായിരുന്നാലും ആശാനെ തള്ളി പറയില്ല. ശിഷ്യൻ ഒരിക്കലും ആശാനെ തള്ളി പറയില്ല. അങ്ങനത്തെ ഒരു വ്യക്തിത്വമല്ല. ശിഷ്യനിലൂടെ ആശാൻ ഇനിയും ഒരു ഡബിൾ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു വരാനായിട്ട് പോവുകയാണ്. ചാലക്കുടിയിലെ ഈ ഷോൺ ടീം ഇനിയും വിസ്മയങ്ങൾ കാഴ്ചവെച്ചേക്കാം. അതാണ് എനിക്ക് ഈ ഒരു മന്ത്രിപദം OJ ജനീഷിന് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കാലഘട്ടത്തിൻ്റെ കാവ്യനീതിയാണ്. കോൺഗ്രസിൽ ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കന്മാരുടെ ഒരു ടീം വർക്കാണല്ലോ ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭ എന്ന് പറയുന്നത്. അതിലതാ ഒരു വലിയ വിസ്മയം, ഒരു വിസ്മയ കാഴ്ച തന്നെ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. OJ ജനീഷ് മാത്രമല്ല, ചെറുപ്പക്കാരായ ഒരുപാട് ആളുകൾക്ക് അവസരങ്ങൾ കിട്ടുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ സംഭവം. 90s തൊട്ട് ഇപ്പോഴത്തെ ജെൻസി ടീമുകളെ വരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരാണ് നാളത്തെ ഭാവി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് VD സതീശൻ ഒരു ടീമിനെ വാർത്തെടുക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ സ്പേസാണ് അപ്പാടെ ഈ കോൺഗ്രസ് ടീം തൂത്തുവാരി കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ഈ ഇലക്ഷന് മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ സാധിക്കും. VD സതീശൻ്റെ യുവാക്കളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളും സംഭവങ്ങളൊക്കെ പരിഗണിക്കുന്ന തരത്തിലുള്ള കാറുകളുടെ മറ്റ് മാറ്റങ്ങൾ വരുത്തിയ കാറുകളും മറ്റ് സംഭവങ്ങളും, അത് പിള്ളേരുകൾ അത് ചെയ്യട്ടെ എന്ന് തുടങ്ങി ഇപ്പോഴത്തെ ജൻസി ടീമിനെയും രാഷ്ട്രീയം എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിപ്പോകുന്ന വലിയ ജനസമൂഹം ഉൾക്കൊള്ളുന്ന ഈ ഒരു സമൂഹത്തിലെ ഒരു യുവതയെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കുന്നു. അവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. അവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വിസ്മയങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ OJ ജനീഷ് എന്ന് പറയുന്ന ഒരു ചെറിയ മനുഷ്യൻ, അയാൾ തൻ്റെ കയ്പ് നിറഞ്ഞ, തൻ്റെ ദുരിതം നിറഞ്ഞ രാഷ്ട്രീയ വഴികളിലൂടെ നീണ്ട സഞ്ചാരത്തിന് ശേഷം അയാൾക്ക് ഒരു വലിയ ഉയർച്ച ലഭിച്ചിരിക്കുന്നു. ആ ഉയർച്ച ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകളെയും അദ്ദേഹം വന്ന വഴികളിലൂടെ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയവരെയും ഒരിക്കലും മറക്കില്ല എന്നുള്ളൊരു വിശ്വാസത്താൽ ഞാൻ പറയുന്നു, ടീം OJ ഒരുങ്ങുകയാണ്. അടുത്ത വിസ്മയ കാഴ്ചകൾക്കായി ടീം OJ ഒരുങ്ങുന്നു എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അദ്ദേഹം K കരുണാകരൻ്റെ മണ്ണിൽ നിന്നാണ് വരുന്നത്. K കരുണാകരൻ ഒരു ചെറിയ ഒരു മനുഷ്യനായിരുന്നു, വളരെ കുള്ളനായിട്ടൊരു മനുഷ്യൻ. അത്ര വലിയ പൊക്കമൊന്നുമില്ല, അത്ര വലിയ ഫിഗറോ അത്ര വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ K കരുണാകരൻ എത്തിപ്പെട്ട ഒരു കോൺഗ്രസിലെ ഒരു പദവികൾ എവിടേക്കായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും OJ ജനീഷ് പ്രയാണം ആരംഭിക്കുകയാണ്. ആ പ്രയാണം ആരംഭിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. വിസ്മയ കാഴ്ചകൾ ഇനിയും കാണാം.
എനിക്ക് എന്നെ അത്ഭുതം കൊള്ളിച്ച മറ്റൊരു സംഭവം, ഒരു വർഷം MLA ആയിട്ടും ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം MLA ആയിട്ടും സനീഷ് കുമാർ ജോസഫിന് എന്തുകൊണ്ട് നറുക്കു വീണില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ചാലക്കുടിയിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാം. എന്തുകൊണ്ട് സനീഷ് കുമാർ ജോസഫ് മന്ത്രിയായില്ല? സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ടത് സനീഷ് കുമാറിനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ വലിയ നിർണായകമായിട്ടുള്ള സ്വാധീനം ഏർപ്പെടുന്ന സംഭവമാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വൻമരം, അദ്ദേഹത്തിന് ചില സമയദോഷം എന്ന് പറയാം. ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം പറയുന്ന ആളുകളൊക്കെ മന്ത്രിയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 7 പരം മന്ത്രിമാർ അദ്ദേഹത്തിൻ്റെ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ചോദ്യം ഉന്നയിക്കാം, ഈ TJ ടീം KC പക്ഷമായിരുന്നില്ലേ? അറിയില്ല. അവസാനത്തെ ഏതെങ്കിലും സമയത്തിൻ്റെ ദുർബല നിമിഷത്തിൽ എങ്ങോട്ടെങ്കിലും ചായ്വ് മാറിയോ എന്നുള്ളതും ഇതിലൊരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. എന്തുകൊണ്ട് VT ബൽറാം വന്നില്ല? എന്തുകൊണ്ട് TJ വന്നില്ല? ഇതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു സമയത്തിൻ്റെ ഏതോ ദുർബല നിമിഷത്തിൽ ചായ്വ് ഏതെങ്കിലും മാറിയോ, ചായ്വ് ഒന്ന് ചെരിഞ്ഞു പോയോ എന്നുള്ള ഒരു സംഭവമായിരിക്കാമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ചാലക്കുടിക്കാർക്ക് സമാശ്വസിക്കാം. തൊട്ടടുത്ത മണ്ഡലമായ കൊടുങ്ങല്ലൂരിൽ നിന്നും OJ മന്ത്രിയാകുമ്പോൾ അത് ചാലക്കുടിയിലും അതിൻ്റെ അലയോലകൾ സൃഷ്ടിക്കാം. OJ ജനീഷ്, ഫിനി മാത്യു, സജീർ ബാബു, മുകളിൽ ഷോൺ പെല്ലിശ്ശേരി. ഇതാ ആ ടീമിൽ നിന്നും OJ മന്ത്രിപദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഷോൺ ടീം ഇനിയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ഇനിയുള്ള രാഷ്ട്രീയ നാളുകളിൽ കടന്നു വന്നേക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിനന്ദനങ്ങൾ, അഭിവാദനങ്ങൾ. നന്ദി, നമസ്കാരം.